മുതിർന്ന ആൾക്കാർ പറയാറുണ്ട് പട്ടീൻ്റെ പാല് 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല. പക്ഷേ പട്ടീൻ്റെ പാല് ചിലപ്പോൾ നേരെയായെന്ന് വരാം, എന്നാലും ഇത് നേരെയാവില്ല. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? എയർ ഇന്ത്യ നേരെയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സ്റ്റാഫും അതിലെ പണിക്കാരും നീ അത് ഓട്ടിക്കുന്ന സാറന്മാരായാലും അവന്മാർ നേരെയായാലേ ആ സാധനം നേരെയാവും. മനസ്സിലായില്ലേ? അതായത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നൊരു സ്ത്രീയുടെ കുറിപ്പുണ്ടായിരുന്നു. 4-ാം തീയതിയാണ് അവർ യാത്ര ചെയ്യുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ വന്ന് അവർ ലഗേജ് എല്ലാം ചെക്കിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പം ഇതാ ഈ കാണുന്ന മഹാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ പറ്റൂല, ലാപ്ടോപ്പ് കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകം പൈസ അടയ്ക്കണം. എനിക്കറിയില്ല അത് ഏത് നിയമമാണെന്ന്. കാരണം എല്ലാ ഫ്ലൈറ്റിലും ലാപ്ടോപ്പ് അലോട്ടുള്ളതാണ്. അതിന് പ്രത്യേക പൈസ ഒന്നും അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനവർ പറയുന്നത് അത് എക്സ്ട്രാ ലഗേജാണ്, അതിന് 10,400 രൂപ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അവസാനം ആ സഹോദരി അവരോട് ഈ കാണുന്ന ഈ മൈരനോട് ആവുന്ന അത്രയും പറഞ്ഞു നോക്കി. അവനൊരു കാരണവശാലും വിടുന്നില്ല. അങ്ങനെ ഈ സഹോദരിയുടെ കസിൻ ബ്രദർ പറഞ്ഞു, എന്നാൽ ലാപ്ടോപ്പ് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുപോകാം. അപ്പോഴിവർ പറയുകയാണ്, നിങ്ങളുടെ യാത്ര ഞങ്ങൾ മുടക്കുമെന്ന്. എന്ത് അഹങ്കാരമാണ് എന്ന് നോക്കി. അവസാനം ആ സഹോദരി അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ആ പൈസ വരുത്തിച്ച് അത് അടച്ചിട്ടാണ് അവരെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അറിയിച്ചതെന്നാണ്, അല്ലെങ്കിൽ അനുവദിച്ചതെന്നാണ് പറയുന്നത്. എന്താ പറയുക? പലപ്പോഴും പറയാറുണ്ട് ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന സാധനം പ്രവാസികളെ ഒരുപാട് ദുരിതത്തിലാക്കുന്ന ഫ്ലൈറ്റാണ്. എനിക്കൊരു പ്രാവശ്യം അനുഭവം ഉണ്ടായി. അതിനുശേഷം ഇനി ഇതിലെ എയർ ഹോസ്റ്റസ്മാർ ചോറ് വാരി വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാനിതിൽ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇനി ജീവിതകാലത്ത് എടുക്കത്തുമില്ല. ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞാലും ഈ സാധനത്തിൽ എടുക്കില്ല. കാരണം എൻ്റെ ഒരു ദിവസമാണ് എയർപോർട്ടിൽ കിടന്ന് പോയത്. എന്താ പറയുക? നമ്മൾ പ്രവാസികൾ ഒന്നും മനസ്സ് വിചാരിച്ചാൽ ഇവരുടെയൊക്കെ അഹങ്കാരം തീരാവുന്നേ ഉള്ളൂ. ഇതിൽ ടിക്കറ്റ് എടുക്കരുത്. ഇതിൽ ടിക്കറ്റ് എടുക്കാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ തന്നെ ഇത് താനേ അങ്ങോട്ട് പൂട്ടിക്കോളും. അല്ലാണ്ട് വേറെ വഴിയില്ല മക്കളെ. കാരണം പ്രവാസികളെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു ഫ്ലൈറ്റ് വേറെ ഈ ദുനിയാവിലുണ്ടാവില്ല. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കും. ചിലപ്പം ഫ്ലൈറ്റ് ലേറ്റ് ആവുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു സംഗതിയാണ്. എല്ലാ ഫ്ലൈറ്റും ഇവർ ഡിലേ ആക്കിയിട്ടേ പോകത്തുള്ളൂ. ഒന്നീ ഫ്ലൈറ്റിലെ പൈലറ്റ് ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ചത്തിട്ടുണ്ടാവും. ഇതിലെന്തെങ്കിലും സംഭവിക്കും. അന്നത്തെ യാത്ര പിന്നെ വീട്ടിൽ നിന്ന് യാത്രയെല്ലാം റെഡിയാക്കി ഇറങ്ങുമ്പോഴായിരിക്കും മെസ്സേജ് തരുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്യാൻസലാണ്. ഒന്നും പറയാനില്ല. ഈ നശിച്ച സാമാനത്തിൽ ടിക്കറ്റ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഇത് പൂട്ടിപ്പോയാലും സങ്കടമില്ല. കാരണം വേറെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. ഈ സാമാനത്തിൽ എയർ ഹോസ്റ്റസ് ചോറ് വാരി വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടിക്കറ്റ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. അല്ലെങ്കിൽ കോഞ്ഞാട്ടയാവും. നമ്മളെ പ്രവാസികളെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു ഫ്ലൈറ്റ് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഇത് രണ്ടും കണക്കാണ്. ഉപകാരമില്ലാത്തൊരു സാധനം നമുക്ക് എന്തിന് പൂട്ടിപ്പോട്ടെ വണ്ടാനം. വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് എടുത്ത് പോയി. അല്ലാതെ എന്താ പറയുക?